ലൂക്കോസ് 7:23. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ തടവിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് താൻ കാത്തിരുന്ന മെശിഹ യേശു തന്നെയാണോ എന്ന് സംശയിച്ച് ശിഷ്യന്മാരെ അയക്കുന്നു. യേശു അവരുടെ ചോദ്യത്തിന് മറുപടിയായി താൻ ചെയ്യുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തപ്പോൾ പോലും യേശുവിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ പദ്ധതി മനുഷ്യൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമാകുമ്പോഴും അവിടുത്തെ തള്ളിപ്പറയാതെ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരാണ് എന്ന് യേശു കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ ഈ ഭൂമിയിലുള്ള ജീവിതം കണ്ട പലർക്കും യേശുവിൽ വിശ്വസിക്കുവാൻ കഴിയാതെ ഇടറിപ്പോകുവാനിടയായി. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ചിലരെങ്കിലും ജീവിതം കഠിനമായി തീരുമ്പോൾ മറ്റു വഴികളിലേക്ക് തിരിയാറുണ്ട്. മറ്റു വിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കുമൊക്കെ. കാരണം അങ്ങനെയുള്ളവരുടെ മനസ്സ് കർത്താവിൽ ഏകാഗ്രമല്ലാത്തത് തന്നെ. ഇങ്ങനെയുള്ളവരാണ് മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഏതു സമയത്തും ഇങ്ങനെയുള്ളവരുടെ വീഴ്ച സംഭവിക്കാം. യിരെമ്യാവ് 17:5 മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞിരിക്കുന്നു. കർത്താവിൽ നിന്ന് ഓടിയകലുന്ന മനുഷ്യൻ ലോകത്തിൻ്റെയും പിശാചിൻ്റെയും കൈകളിൽ അകപ്പെടുന്നു. അതവരെ നാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. എബ്രായർ 12:2 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നാം ജീവിച്ചാൽ നമ്മുടെ ജീവിതം നിത്യതയിൽ ഏറെ സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. ഇടർച്ചയുണ്ടാക്കുന്നത് വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്നെഴുതിയിരിക്കുന്നു. മത്തായി 18:7 ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരുടെ കർത്താവിലുള്ള വിശ്വാസത്തിന് നാം ഒരിക്കലും ഇടർച്ച വരുത്താത്തവർ ആകാതിരിക്കുവാൻ ശ്രമിക്കാം. മറ്റുള്ളവരെ കർത്താവിൽ നിന്ന് അകറ്റുന്നത് നമുക്ക് ചെയ്യാതിരിക്കാം. കർത്താവിനോട് മറ്റുള്ളവരെ അടുപ്പിക്കുന്നവരായി മാറാം നമുക്ക്. എന്നാൽ ആരൊക്കെ നമ്മുടെ വിശ്വാസത്തെ തകർക്കുവാൻ വന്നാലും നമ്മുടെ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം. ഒരിക്കലും ഇടറിപ്പോകാത്തവരായി നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.